ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. മക്കളെ, ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഓർഗാനിക്കിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. സർ, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എല്ലാ റിയാക്ഷൻസും, പക്ഷേ അത് മറന്നു പോകുന്നുണ്ട്, ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയക്കുന്നുണ്ട്, നിങ്ങളിൽ പലരും അയക്കുന്നുണ്ട്. പക്ഷെ മക്കളെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, റിയാക്ഷൻസ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വായിച്ച് അത് പേപ്പറിൽ എഴുതി അത് പരമാവധി തവണ റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. വേറെ സൊല്യൂഷനൊന്നും അതിനില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം, ഒരു ഗ്യാപ്പ് കൊടുക്കാത്ത അങ്ങനെ റിവൈസ് ചെയ്യണം. എപ്പോൾ പഠിക്കാനിരുന്നാലും ഓർഗാനിക് റിയാക്ഷൻസ് റിവൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറണം. പിന്നെ റിയാക്ഷൻസും നെയ്മഡ് റിയാക്ഷൻസിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇന്നോ നാളെയോ ആയിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ചാനലിൽ അത് വരും കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് ഫുൾ മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കും, ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ ആദ്യം തന്നെ അറിയേണ്ടത് ഡിസ്ക്രൈബ് എനി വൺ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. മക്കളെ, നിങ്ങൾക്കറിയാം, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് ടൊളൻസ് ടെസ്റ്റ് ഉണ്ട് അല്ലേ? ടൊളൻസ് ടെസ്റ്റ് അഥവാ ടൊളൻസ് റിയേജൻറ്റിൻ്റെ ടെസ്റ്റ്. രണ്ടാമത്തത് ഫെല്ലിങ്സ് ടെസ്റ്റ് ഉണ്ട്. ഫെല്ലിങ്സ് ടെസ്റ്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ്. ഇത് രണ്ടുമാണ് പ്രധാനമായും ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. പക്ഷേ മക്കളെ, ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതുമാത്രം പോരാ. ടൊളൻസ് റിയേജൻറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ്, ഫില്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് ടൊളൻസ് റിയേജൻറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ്? ടൊളൻസ് ടെസ്റ്റ് എന്താ? അവിടെ ആദ്യം തന്നെ അറിയേണ്ടത് ആരാണ് ടൊളൻസ് റിയേജൻറ്റ്. ടൊളൻസ് റിയേജൻറ്റ് ആരാന്ന് ചോദിച്ചാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്. ആരാടാ? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൊളൻസ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ടൊളൻസ് റിയേജൻറ്റ് നമ്മൾ ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറും. എന്നാൽ ഫില്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്തിട്ട് സിൽവർ മെറ്റലായിട്ട് മാറും. ഇതറിയണം മക്കളെ. ടൊളൻസ് റിയേജൻറ്റ് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡായി മാറ്റുന്നുണ്ട്. എന്നാൽ ടൊളൻസ് റിയേജൻറ്റ് എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ. എന്തായിട്ട്? സിൽവർ മെറ്റലായിട്ട്. നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ ഇന്നർ സർഫസിൽ ആ സിൽവർ മെറ്റൽ കോട്ട് ചെയ്തിട്ട് അതൊരു മിറർ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഈ ടെസ്റ്റിനെ സിൽവർ മിറർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. മക്കളെ, ഈ ടെസ്റ്റിന് എന്താ പറയാറുള്ളത്? സിൽവർ മിറർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അറിയണം കേട്ടോ, നോട്ട് ചെയ്യണേ, വെരി വെരി ഇമ്പോർട്ടൻ്റാ. സിൽവർ മിറർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അടുത്തത് ഫെല്ലിങ്സ് ടെസ്റ്റ്. അതൊന്നും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അറിയണം. ആരാ ഫെല്ലിംഗ് സൊല്യൂഷൻ? ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻ്റെ മിക്സറാ. ആരാ? ഒന്ന് അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഒന്ന് അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. രണ്ട് സോഡിയം പൊട്ടാസ്യം ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് അഥവാ റോച്ചെല്ലെ സാൾട്ട്. ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് അഥവാ റോച്ചെല്ലെ സാൾട്ടും അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ചേർന്നതാണ് ഫില്ലിംഗ് സൊല്യൂഷൻ. ഇത് നമ്മൾ ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ നേരത്തെ സംഭവിച്ച പോലെ തന്നെ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായി മാറും. എന്നാൽ ഫില്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്തിട്ട് Cu2O ആണ് മാറുന്നത്. അതിന് റെഡിഷ് ബ്രൗൺ കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആൽഡിഹൈഡിലേക്ക് ടൊളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്താൽ സിൽവർ മിറർ ഫോം ചെയ്യും. ആൽഡിഹൈഡിലേക്ക് ഫില്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ റെഡിഷ് ബ്രൗൺ കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് അത് ആൽഡിഹൈഡ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയുക. ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ ടൊളൻസ് റിയേജൻറ്റും ഫില്ലിംഗ് സൊല്യൂഷനും കഴിയുള്ളൂ. കീറ്റോൺ അവർ ഓക്സിഡൈസ് ചെയ്യില്ല. അപ്പോൾ മക്കളെ, ചോദ്യം സിമ്പിളാണ്, പക്ഷേ ചേർത്ത് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. രണ്ടാമത്തത് ടൊളൻസ് റിയേജൻറ്റ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞു. വിച്ച് എമംഗ്, നോക്കൂ, ഇത് അസറ്റാൽഡിഹൈഡ് ആണ്, ഇത് അസറ്റോൺ ആണ്. ഫോം സിൽവർ മിറർ, പറയേണ്ട കാര്യമില്ല. എടാ, ആൽഡിഹൈഡ് അല്ലേ ഇത്? ആണ് മക്കളെ, ഇത് ആൽഡിഹൈഡ് ആണ്. ഇതാരാണ്? കീറ്റോൺ ആണ്.
ആരാണ് സിൽവർ മിറർ ടെസ്റ്റ് ആൻസർ ചെയ്യുക? ആൽഡിഹൈഡ്. കീറ്റോൺ ആൻസർ ചെയ്യില്ല, നമുക്കറിയാം. അടുത്തത് അൽഡോൾ കണ്ടൻസേഷനും റോസൻമൺസ് റിഡക്ഷനും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നെയ്മഡ് ആണ്, രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എടാ, അൽഡോൾ കണ്ടൻസേഷൻ ചെയ്യാൻ ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡ് എടുക്കുക. നോക്കൂ, CH3CHO, ഒരു CH3CHO കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഇതാരാ? ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ. ആൽഫയിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ആൽഫയിൽ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡ് അടുത്തത്. ഇതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. ആരാടാ? ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. മക്കളെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെ 3 ഹൈഡ്രജൻ ഇല്ലേ, അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോടാ? ഈ CH3 അങ്ങനെ തന്നെ ഇതിക്ക് എഴുതി. ഈ കാർബണിൻ്റെ ഡബിൾ സിംഗിൾ ആവും. കാരണം എന്താ? അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ അടുത്തേക്ക് H വന്ന OH. ഈ കാർബണിൻ്റെ കൂടെ ഒരു H ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ഡബിൾ സിംഗിൾ ആയപ്പോൾ ഈ കാർബണിന് ഒരു വാലൻസി കുറഞ്ഞു. ഈ ഹൈഡ്രജൻ 3 എണ്ണത്തിൽ 1 അങ്ങോട്ട് പോയപ്പോൾ ഈ കാർബണിന് ഒരു വാലൻസി കുറഞ്ഞു. അപ്പോൾ രണ്ടാൾക്കും ഒരു വാലൻസി കുറവാണ്. അത് മേക്കപ്പ് ചെയ്യാൻ ഈ കാർബണുമായിട്ട് അങ്ങ് ബോണ്ട് ചെയ്യും. അതായത് ഈ CH ആരുമായിട്ടാണ് ബോണ്ട് ചെയ്യുക? ഈ CH3 ഉണ്ടായിരുന്നു, ഒരു H പോയി, ഇനി CH2. ഇവിടെ ആരാളുള്ള? CHO. മക്കളെ, ഇതിലാരാണ് പ്രയോറിറ്റി ഉള്ള ഫങ്ഷൻ ഗ്രൂപ്പ്? ആൽഡിഹൈഡ് അല്ലേ? ആണ്. അപ്പോൾ അയാളെ തൊട്ടടുത്തുള്ള ആൾ ആൽഫ, പിന്നെയുള്ള ആൾ ബീറ്റ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഇത് ബീറ്റ ഹൈഡ്രോക്സി ആണ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. മക്കളെ മക്കളെ കേട്ടോ, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെയാണ് അൽഡോൾ എന്ന് വിളിക്കുക. അൽഡോൾ എന്ന് വിളിക്കുക. മക്കളെ, അൽഡോളിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നറിയോ? അൽഡോളിനെ ഹീറ്റ് ചെയ്താൽ ഈ OH Hനെയും കൊണ്ട് H2O പുറത്തേക്ക് പോവും. H2O പുറത്തേക്ക് പോയാൽ ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH ഉണ്ട്, ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CHO. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് പ്രയോറിറ്റി ഉള്ള ഫങ്ഷൻ ഗ്രൂപ്പ്. ഇത് ആൽഫ, ഇത് ബീറ്റ. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിൽ ഡബിൾ ബോണ്ട് അഥവാ അൺസാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്നാ പറയാ. ഇതിനെയാ മക്കളെ നമ്മൾ അൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. ആദ്യം നമ്മൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ അൽഡോൾ ഉണ്ടാവും. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഉണ്ടാവും. ദിസ് ഈസ് അൽഡോൾ കണ്ടൻസേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു തവണ കൃത്യമായി പറയുക. ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ അൽഡോൾ കിട്ടും, അല്ലെങ്കിൽ കീറ്റോൾ കിട്ടും. അതിനെ ഹീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അഥവാ കീറ്റോൺ കിട്ടും. ഇത് എഴുതി പഠിക്കുക കേട്ടോ. ഇനി മക്കളെ റോസൻമൺസ് റിഡക്ഷൻ. എന്താ റോസൻമൺസ് റിഡക്ഷൻ? ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനാ. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ആസിഡ് ക്ലോറൈഡ് എടുക്കണം. ആസിഡ് ക്ലോറൈഡ് COCl അടങ്ങിയ ആളെയാണ് ആസിഡ് ക്ലോറൈഡ് എന്ന് വിളിക്കുക. ഇതിനെന്താ ചെയ്യേണ്ടത്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? പലേഡിയം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. പലേഡിയം കാറ്റലിസ്റ്റിന് ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ബേരിയം സൾഫേറ്റ്. എന്താ സംഭവിക്കുക എന്നറിയോടാ? ഇവിടെയുള്ള ഒരു ക്ലോറിൻ ഒരു എച്ചുമായി കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവും. ഇവിടെയുള്ള H കാർബണിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? CH3 C ഡബിൾ ബോണ്ട് OH അഥവാ CHO ഉണ്ടാവും. ഓക്കെ, ഇതാരാ? എത്തനാൾ. ആരാ ഇത്? ആൽഡിഹൈഡ്. ആരാ പുറത്തു പോയത്? HCl. ദിസ് ഈസ് കാൾഡ് റോസൻമൺസ് റിഡക്ഷൻ. അതായത് ഒരു ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതാണ് റിഡക്ഷൻ. ഏതാ കാറ്റലിസ്റ്റ്? പലേഡിയം. ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ബേരിയം സൾഫേറ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അവിടെ ആൽഡിഹൈഡ് കിട്ടും. ദിസ് ഈസ് കാൾഡ് റോസൻമൺസ് റിഡക്ഷൻ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ്. അൽഡോൾ കണ്ടൻസേഷനും റോസൻമൺസ് റിഡക്ഷനും വെരി ഇമ്പോർട്ടൻ്റ്. പഠിക്കാതിരിക്കരുത്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ HVZ റിയാക്ഷൻ. എന്താണ് HVZ റിയാക്ഷൻ?
ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് എടുക്കുക. നോക്കൂ, ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് CH3CH2COOH. ഇയാളെ പേര് പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് മക്കളെ. ഇയാളെ പേര് പ്രൊപ്പനോയിക് ആസിഡ്. ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. തൊട്ടടുത്തുള്ള ആൾ ആൽഫ. ആൽഫയിൽ ഹൈഡ്രജൻ ഉണ്ട് മക്കളെ. ഇയാൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ആൽഫ ഹൈഡ്രജനുള്ള ആസിഡിനെ ക്ലോറിനോ ബ്രോമിനോ ആയി ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെയുള്ളൊരു ക്ലോറിൻ ഇവിടെയുള്ളൊരു ആൽഫ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോകും. ഇനി നോക്കൂ, ഇവിടുന്ന് ഒരു H പോയില്ലേ, അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ക്ലോറിൻ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുക? CH3CHCl COOH. എടാ ഇയാളെ പേര് പറഞ്ഞേ നിങ്ങൾ. ഇത് ആൽഫ. അപ്പോൾ ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ്. മക്കളെ, നമ്മൾ ബ്രോമിനേഷനാണ് നടത്തിയെങ്കിലോ, നമ്മൾ ബ്രോമിനാണ് ആഡ് ചെയ്തെങ്കിലോ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അത്രയേ ഉള്ളൂ. ക്ലോറിൻ ആഡ് ചെയ്തതുകൊണ്ട് ആൽഫ ക്ലോറോ കിട്ടി. ബ്രോമിൻ ആഡ് ചെയ്താൽ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദിസ് ഇസ് കോൾഡ് HBZ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജനുള്ള ഒരു കാർബോക്സിലിക് ആസിഡിനെ ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ ആൽഫ ക്ലോറോ അല്ലെങ്കിൽ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നതാണ് HBZ റിയാക്ഷൻ. മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആ മക്കളെ, പഠിക്കാതെ പോവല്ലേ. അടുത്തത് ഒരു ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ്, അത് നേരത്തെ എടുത്ത പ്രൊപ്പനോയിക് ആസിഡ് തന്നെ. അതിനെ ക്ലോറിനും റെഡ് ഫോസ്ഫറസുമായി പറയേണ്ട കാര്യമുണ്ടോടാ? ആ ക്ലോറിൻ റെഡ് ഫോസ്ഫറസായി ട്രീറ്റ് ചെയ്യുന്ന HBZ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ആരാ വരിക? ആൽഫയിൽ ഒരു ക്ലോറിൻ വരും, 2 H ഉള്ള ഒരു H ആയി പോവും. ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇതാരാ? പ്രൊപ്പനോയിക് ആസിഡ്. ഇതാരാ? ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് അഥവാ 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. ഇതിലാരാണ് മോർ ആസിഡിക് എന്ന ചോദ്യം. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആസിഡിക് സ്ട്രെങ്ത്തിനെ എന്താ ചെയ്യുന്നത്? ആസിഡിക് സ്ട്രെങ്ത്തിനെ കൂട്ടും. മീത്തൈലീത്തൽ പോലെയുള്ള ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ ആസിഡിക് സ്ട്രെങ്ത്തിനെ കുറക്കും. ഇത് നിങ്ങളെ കയ്യിൽ ഉണ്ടാവേണ്ട വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ ആണ്. എങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം, ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇയാളാണ് ആരേക്കാൾ മോർ ആസിഡിക്? പ്രൊപ്പനോയിക് ആസിഡിനേക്കാൾ മോർ ആസിഡിക്. ഈ പോയിന്റ് നോട്ട് ചെയ്യണേ. ആസിഡിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിക് സ്ട്രെങ്ത് കുറയും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിക് സ്ട്രെങ്ത് കൂടും, മറക്കരുത്. അടുത്തത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എ, അതിന് ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ് ഫോളോഡ് ബൈ acidification gives benzaldehyde. Identify A and also name the reaction. What's the product of? ഇത് മക്കളെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് രണ്ടും ഒരേ പാറ്റേണുള്ള സാധനമാണ്. രണ്ടിലും നിങ്ങൾ ടൊളുവിനാണ് എടുക്കേണ്ടത്. ടൊളുവിൻ മക്കളെ, ഈ ടൊളുവിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിലാണെന്നറിയോ? ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2 ഇൻ കാർബൺ ഡൈസൾഫൈഡ്. വേണമെങ്കിൽ ഫോളോഡ് ബൈ എന്തെന്ന് എഴുതാം? ഹൈഡ്രോളിസിസ്. അറിയണം കേട്ടോ. ഇയാളുടെ പേരെന്താ? ക്രോമൈൽ ക്ലോറൈഡ്. അപ്പോൾ എന്താ കിട്ടുക? ബെൻസാൾഡിഹൈഡാ കിട്ടുക. ബെൻസാൾഡിഹൈഡ് ഇത് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. ഇയാളുടെ പേര് ബെൻസാൾഡിഹൈഡ്. മക്കളെ, ഇത് പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണെന്ന് പറയാനുള്ള കാര്യം, ഇതൊരു നെയ്മഡ് റിയാക്ഷനാ. ഇതിനെയാണ് നമ്മൾ ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഈ റിയാക്ഷൻ്റെ പേരെന്താ? ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുന്ന റിയാക്ഷൻ്റെ പേരെന്താ? അതിനെയാണ് നമ്മൾ ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഇറ്റാഡ് റിയാക്ഷൻ. മറക്കണ്ട. ഇനി ഇതേപോലൊരു ഒരു സാധനം ടൊളുവിൻ. ഈ ടൊളുവിനെ മക്കളെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നത് ആൽക്കലൈൻ KMnO4 പ്രസൻസിലാണ്. KOH എന്ന് കൊടുക്കാം. ആൽക്കലൈൻ KMnO4. മക്കളെ, ഒരു ആൽക്കൈൽ ബെൻസീനിനെ ഒരു ആൽക്കലൈൻ KMnO4 പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്താൽ ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്, ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണെങ്കിലും പ്രോഡക്റ്റ് എപ്പോഴും ആരായിരിക്കും മക്കളെ? അത് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ബെൻസാൾഡിഹൈഡ് അല്ല, ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ഇത്
കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ പഠിക്കുന്നതാണ്, ഇത് ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിൽ പഠിക്കുന്നതാണ്. രണ്ടും നോക്കിപ്പോവേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ മീത്തൈലാവട്ടെ, ഈത്തൈലാവട്ടെ, പ്രൊപ്പൈലാവട്ടെ, ആരാവട്ടെ, ഹിയർ ദ പ്രോഡക്റ്റ് വിൽ ബി ഓൾവേസ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും നിങ്ങൾ എഴുതി പഠിക്കുക. ഇറ്റാഡ് റിയാക്ഷൻ അറിയണം കേട്ടോ, ഇത് ക്രോമൈൽ ക്ലോറൈഡ് ആണെന്ന് അറിയണേ, ഇമ്പോർട്ടൻ്റ്. അടുത്തത് മക്കളെ, കാനിസാറോ റിയാക്ഷനും സ്റ്റീഫൻസ് റിയാക്ഷനും, മറ്റു രണ്ട് നെയ്മഡ് റിയാക്ഷൻസ്, പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻസ് നമുക്ക് പറയാം, ഒരു പ്രശ്നവുമില്ല, സാവധാനം പഠിച്ചെടുക്കുക. എടാ, കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത, മക്കളെ ആരാ കാനിസാറോ റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത്? ആരാ കാനിസാറോ റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്. ആരാടാ കാനിസാറോ റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്. അതിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. രണ്ടെണ്ണം എടുക്കണേ, ഇവിടെ ഇത് CH ആണ് ഫങ്ഷൻ ഗ്രൂപ്പ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണാണ് ആൽഫ കാർബൺ. തൊട്ടടുത്ത് കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൽഫ കാർബൺ ഇല്ലാത്ത ആൽഡിഹൈഡിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യണ്ടേ? കോൺസെൻട്രേറ്റഡ് ആൽക്കലി, NaOH അല്ലെങ്കിൽ എന്താ പറയുക KOH ഒക്കെ എടുക്കാം. ഞാൻ ഇപ്പോൾ എന്നെയാണ് എടുത്തത്. അപ്പോൾ എന്താ സംഭവിക്കാറ്, ഇവിടെ രണ്ടാളില്ലേ, അതിൽ ഒരാൾ റെഡ്യൂസ് ചെയ്യും, മറ്റേ ആൾ ഓക്സിഡൈസ് ചെയ്യും. ഒരു കാർബണാറ്റമുള്ള ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്താൽ ഒരു കാർബണാറ്റമുള്ള പ്രൈമറി ആൽക്കഹോളാണ് കിട്ടുക, ഇയാളെ പേര് മെത്തനോൾ. ഇനി രണ്ടാമത്തെ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ ഒരു കാർബണാറ്റമുള്ള ആസിഡാണ് കിട്ടുക, അയാളെ പേര് ഫോർമിക് ആസിഡ്, HCOOH. H തന്നെയാണ് ഉണ്ടാവുക, ഫോർമിക് ആസിഡ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ആൽക്കലി ഉള്ളത് കൊണ്ട് വാട്ടർ റിമൂവ് ചെയ്തിട്ട് ലാസ്റ്റ് സാൾട്ടായിട്ട് മാറാറുണ്ട്. ഓക്കെ, ബേസിക്കലി അത് ഫോർമിക് ആസിഡ് ആണ്, മെത്തനോയിക് ആസിഡ് ആണ്, പക്ഷെ അത് പിന്നീട് എന്തായിട്ട് മാറും? സോഡിയം സാൾട്ടായിട്ട് മാറും. ഓക്കെ, ഇതാണ് കാനിസാറോ റിയാക്ഷൻ. എന്താ കാനിസാറോ റിയാക്ഷൻ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരേ സമയം ഒരാൾ ഓക്സിഡൈസ് ചെയ്ത് ആസിഡായി മാറുകയും അതേസമയം മറ്റേ ആൾ റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോളായി മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാനിസാറോ റിയാക്ഷൻ. എന്ത് റിയാക്ഷനാ? കാനിസാറോ റിയാക്ഷൻ. ഇനി സ്റ്റീഫൻസ് റിഡക്ഷൻ മക്കളെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സ്റ്റീഫൻസ് റിഡക്ഷൻ? സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസൻമൺസ് റിഡക്ഷനെ പോലെ തന്നെയുള്ള ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നൊരു സാധന. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു സയനൈഡ് എടുക്കുക, CH3C∼N. ഇതിനെയാണ് സയനൈഡ് എന്ന് വിളിക്കുക. മക്കളെ, ഇതിനെ നമ്മൾ റിഡക്ഷൻ നടത്തണം. എന്തിൻ്റെ പ്രസൻസിൽ? സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിൽ. എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? CH3CH∼NH. മക്കളെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമൈൻ എന്ന് പറയുന്നത്. എന്താണ് ഇമൈൻ? നമ്മൾ ഇമൈൻ എന്താ ചെയ്യുന്നത്? ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പോൾ എത്ര കാർബൺ ആണോ ഇവിടെ ഉള്ളത് അത്രയും കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ഉണ്ടാവും, അഥവാ CH3CHO ഉണ്ടാവും, അഥവാ എത്തനാൾ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം ആഡ് ചെയ്തപ്പോൾ സയനൈഡ് ഇമൈനായി മാറിയല്ലോ. അതേ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഡിബാലച്ച് ഉപയോഗിക്കാം, ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം. ഇതേ സയനൈഡിനെ ഇതേ ഇമൈനാക്കി മാറ്റാൻ ഡിബാലച്ചിന് കഴിയും. ഇവിടെ പറയേണ്ട കാര്യമില്ല. സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കൃത്യമായി നമ്മളത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ശരിയാണ്, ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. എന്തുകൊണ്ട് ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ, ആൽഡിഹൈഡിൽ ലെസ് സ്റ്റെറിക് എഫക്റ്റ് ആണ്, സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്. അതേപോലെ ലെസ് പ്ലസ് ഐ എഫക്റ്റ് കുറവാണ്, അതേപോലെ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്. ഇത് രണ്ടും കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിയാക്ടിവിറ്റി കൂടും. ദാറ്റ് ഈസ് വൈ ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. മക്കളെ അറിയുക. ഇനി നെയിം എനി വൺ റിയാക്ഷൻ ദാറ്റ് ക്യാൻ കൺവേർട്ട് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ടു ഹൈഡ്രോകാർബൺ.
പേരെഴുതാനാ പറഞ്ഞത്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്ന ഏതെങ്കിലും എന്താ പറയുക ഒരു റിയാക്ഷൻ്റെ പേരെഴുതാൻ. റിയാക്ഷൻ്റെ പേര് നമുക്ക് അറിയാലോ. എന്താ? ഒന്ന് ക്ലമൻസെൻസ് റിഡക്ഷൻ, ക്ലമൻസെൻസ് റിഡക്ഷൻ. അതേപോലെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ക്ലമൻസെൻസ് റിഡക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ ഒന്ന് പറയാം. നോക്കൂ, ഒരു ആൽഡിഹൈഡ് നമ്മൾ എടുത്തു. ഈ ആൽഡിഹൈഡിനെ നമ്മൾ റിഡക്ഷനാണ് നടത്തേണ്ടത്. നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിലാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്? സിങ്ക് അമാൽഗം, അതേപോലെ കോൺസെൻട്രേറ്റഡ് HCl. സിങ്ക് അമാൽഗത്തിൻ്റെയും കോൺസെൻട്രേറ്റഡ് HClൻ്റെയും പ്രസൻസിൽ നമ്മൾ റിഡക്ഷൻ നടത്തിയാൽ നമുക്കിവിടെ CH3 ആവും. പ്ലസ് എന്താടാ? പ്ലസ് H2O പോവും. അതായത് ആൽഡിഹൈഡിനെ ഹൈഡ്രോ കാർബണാക്കി മാറ്റി. ഇങ്ങനെ റിഡക്ഷൻ നടത്തുന്നതാണ് ക്ലമൻസെൻസ് റിഡക്ഷൻ. അത് പഠിക്കണം. ക്ലമൻസെൻസ് റിഡക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. അടുത്തത് മക്കളെ, ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസിൻ്റെയും മിക്സറുമായി ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെയോ കുപ്രസ് ക്ലോറൈഡിൻ്റെയോ പ്രസൻസിൽ. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസാൽഡിഹൈഡാണ്. മക്കളെ, ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് കാണാതെ പഠിക്കണം. ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താണ്? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. മറക്കല്ലേടാ, മറക്കല്ലേ. ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ മറക്കരുത്. അടുത്തത് ഇതാരാ? ആസിഡ് ക്ലോറൈഡ്. ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ. പലേഡിയം കാറ്റലിസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ബേരിയം സൾഫേറ്റ് ഉണ്ട്. പറയണോ? ഇത് ബെൻസാൽഡിഹൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ അല്ലേ? റോസൻമൺസ് റിഡക്ഷൻ അല്ലേ ഇത്? യെസ്, റോസൻമൺസ് റിഡക്ഷൻ്റെ പ്രോഡക്റ്റ് ആൽഡിഹൈഡാണ് പ്ലസ് HCl ആണ്. ഓർമ്മയില്ലേടാ? ഇവിടെയുള്ള ക്ലോറിൻ ഒരു എച്ചുമായി കമ്പൈൻ HCl പോവും, H ഇങ്ങോട്ട് വരും. സോ വി വിൽ ഗെറ്റ് CH ഓൺ ബെൻസീൻ. ദാറ്റ് ഈസ് ബെൻസാൽഡിഹൈഡ്. വെരി സിമ്പിൾ. അപ്പോൾ ഇത് റോസൻമൺസ് റിഡക്ഷൻ ആണ്, നേരത്തെ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്, മറ്റൊരു നെയ്മഡ് റിയാക്ഷൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തത് മക്കളെ, ഹാലോഫോം റിയാക്ഷൻ. എന്താ ഹാലോഫോം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ, ഇതിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒന്ന് ഹാലോജൻ NaOH, അതേപോലെ ഹാലോജനുമായി ട്രീറ്റ് ചെയ്യാം. ആരുമായി ട്രീറ്റ് ചെയ്യുക? ഹാലോജനും ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, NaOXുമായി ട്രീറ്റ് ചെയ്യുക. NaOX സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായി ട്രീറ്റ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കാന്നറിയോടാ? ഏത് ഹാലോജൻ ആണോ എടുത്തത് അതിൻ്റെ കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ CH3COCH3 ഇങ്ങനെ എടുക്കാം. ഇതിലിപ്പോൾ CH3CO ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഉണ്ട്. ഇതിനെ നമ്മൾ NaOHും അയഡിനുമായി ട്രീറ്റ് ചെയ്യുക, അഥവാ NaOIയുമായി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഏത് ഹാലോജൻ ആണോ എടുത്തത് അതിന് കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവും. അയഡിൻ എടുത്താൽ അയഡോഫോം ഉണ്ടാവും. ഇയാളെ വിളിക്കുന്ന പേരാണ് അയഡോഫോം. ഇതിന് അയഡോഫോം ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അതിൻ്റെ കളർ യെല്ലോ കളറാണ്, അറിയണം. പിന്നെന്താണ്? പിന്നെ ഇവിടെ ഇപ്പം 3 കാർബൺ ഇല്ലേ? ഒരു കാർബണുള്ള അയഡോഫോം അല്ലേ ഉണ്ടായേ? ഇനി 2 കാർബൺ ഇല്ലേ? ആ 2 കാർബൺ അടങ്ങിയ കാർബോക്സിലിക് ആസിഡിൻ്റെ സോഡിയം സാൾട്ട് ഉണ്ടാവും. അതാരാ? CH3COONA, അതായത് സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് എത്തനോയിക് ആസിഡ് ഉണ്ടാവും. ഇതാണ് ഹാലോഫോം റിയാക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായി ട്രീറ്റ് ചെയ്താൽ ഏത് ഹാലോജനാണോ എടുത്തത് കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവുന്ന റിയാക്ഷൻ്റെ പേരാ മക്കളെ ഹാലോഫോം റിയാക്ഷൻ. പഠിക്ക്, ഓർത്ത് വെക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഡു നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് പ്രൊപ്പനോണിലുണ്ട്, എത്തനോളിലുണ്ട്, ബട്ട് ബെൻസാൽഡിഹൈഡിലില്ല. ദിസ് ഇസ് ദി ആൻസർ. അതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അടുത്തത് മക്കളെ, ബെൻസോയിക് ആസിഡിനെ നൈട്രേഷൻ നടത്തുക. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് നൈട്രേഷനാ. നിങ്ങൾക്കറിയാം ആസിഡ് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഇയാളുടെ മെറ്റാ പൊസിഷനിലേക്ക് NO2 വരും. സോ മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ് ആ പ്രോഡക്റ്റ്. സിമ്പിൾ, മെറ്റാ ഡയറക്റ്റിംഗ് ആണെന്ന് അറിഞ്ഞാൽ മതി. ഇതാരാ? ആൽഡിഹൈഡ്.
ആൽഡിഹൈഡിനെ ഹൈഡ്രസീനുമായി ട്രീറ്റ് ചെയ്താൽ ഹൈഡ്രസോൺ ഉണ്ടാവും. അതിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മെത്തിലീൻ ഗ്ലൈക്കോളുമായി ഹീറ്റ് ചെയ്താൽ നമുക്ക് ഹൈഡ്രോ കാർബൺ കിട്ടുന്നത് എന്താ സംഭവം എന്നറിയോ? ഇതിനെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്നാ വിളിക്കുക. വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ, ക്ലെമൻസൻസ് റിഡക്ഷൻ പോലെ തന്നെ ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റാനുള്ള പരിപാടിയായത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ 2 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഈത്തൈൻ വിൽ ബി ദ പ്രോഡക്റ്റ്. CH3 വിൽ ബി ദ പ്രോഡക്റ്റ്. ഓക്കെ, ഇതെന്താ? ആസിഡ് ക്ലോറൈഡ്. ഇതെന്താ? റിഡക്ഷൻ. ഇതാരാ? പലേഡിയം കാറ്റലിസ്റ്റ് സപ്പോർട്ടഡ് ബൈ ബേരിയം സൾഫേറ്റ്. പറയണോ? റോസൻമൺസ് റിഡക്ഷൻ ആടാ. ഇവിടെ എന്താ ഉണ്ടാവുക? ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ്റെ മുകളിൽ CHO കൊടുത്താൽ മതി. നോക്ക്, അസറ്റിക് ആസിഡ് ഉണ്ട്, 2-ക്ലോറോ എത്തനോയിക് ആസിഡ് ഉണ്ട്. മക്കളെ, ഇയാളാരാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ അയാളാണ് ഇയാളേക്കാൾ മോർ അസിഡിക്. നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ടൊളൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം. തുടക്കത്തിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. അതായത് ഇത് ബെൻസാൽഡിഹൈഡ് ആണ്, അത് അസറ്റാൽഡിഹൈഡ് ആണ്, ഇത് ബെൻസാൽഡിഹൈഡ് ആണ്. എടാ, ഇത് ബെൻസീൻ അല്ലേ? ബെൻസീൻ വന്ന സൈസ് കൂടുതലുള്ള ഗ്രൂപ്പ് അല്ലേ? അവിടെ സ്റ്റെറിക് എഫക്റ്റ് കൂടുതലല്ലേ ഉണ്ടാവുക? സ്റ്റെറിക് എഫക്റ്റ് കൂടിയ റിയാക്ടിവിറ്റി കുറയും. അപ്പോൾ ബെൻസാൽഡിഹൈഡിനേക്കാളും മോർ റിയാക്റ്റീവ് അസറ്റാൽഡിഹൈഡ് ആണ്. സ്റ്റെറിക് എഫക്റ്റ് കുറയുമ്പോഴാണ് റിയാക്ടിവിറ്റി കൂടുക. സ്റ്റെറിക് എഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പ് വരുമ്പോഴാണ്. CH3നേക്കാൾ വലിയ ഗ്രൂപ്പ് അല്ലേടാ ബെൻസീൻ റിങ്. സോ അവിടെ സ്റ്റെറിക് എഫക്റ്റ് കൂടുതലാണ്, റിയാക്ടിവിറ്റി കുറവാണ്. ഇനി ഇത് പറയേണ്ട, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്. അതിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുന്നത് കാനിസാറോ റിയാക്ഷനാ. ഇത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്. അതിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുന്നത് അൽഡോൾ കണ്ടൻസേഷനാ. സിമ്പിൾ. അടുത്തത്, ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാർബൺ ഡയോക്സൈഡുമായി ട്രീറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കണ്ടേ? കാർബോക്സിലിക് ആസിഡ്. നോക്കടാ, ആദ്യം നിങ്ങൾ കാർബോക്സിലിക് ആസിഡ് എടുത്തു. ഇതിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യാൻ CH3 MgClയുമായി ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഗ്രിഗ്നാർഡ് റിയേജന്റിൽ മെറ്റലിന് പോസിറ്റീവ്, ആൽക്കൈൽ ലൂപ്പ് നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് ചാർജുള്ള ആൽക്കൈൽ ലൂപ്പ് പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്കും പോസിറ്റീവ് ചാർജുള്ള മെഗ്നീഷ്യം നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ്റെ അടുത്തേക്കുമാണ് വരിക. നോക്ക്, ഈ CH3 എഴുതി, ആ CH3 നേരെ പോകുന്നത് ഈ കാർബണിലേക്ക്. ആ കാർബണിൻ്റെ കൂടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. മറ്റേ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഓക്സിജനായി. അതിലേക്ക് ആരാ വരിക? MgCl. ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അടുത്തേക്ക് H വരും, ഇങ്ങോട്ടേക്ക് OH വരും. സോ ദ മെയിൻ പ്രോഡക്റ്റ് ഈസ് CH3 C ഡബിൾ ബോണ്ട് OH. എടാ, ഇതിനെയാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുക. എന്താടാ? എത്തനോയിക് ആസിഡ്. അത് കാർബോക്സിലിക് ആസിഡ് ആണ്, അത് അസറ്റിക് ആസിഡ് ആണ്. അറിയില്ലടാ? ഇങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അടുത്തത്, ഹൗ ദ കൺവേർഷൻ ഓഫ് ആൽഡിഹൈഡ് ടു അസറ്റാൾ ക്യാൻ ക്യാരിഡ് ഔട്ട്. ആൽഡിഹൈഡിനെ അസറ്റാൾ ആക്കുന്നത്, ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. ഇതൊരു അസറ്റാൽഡിഹൈഡാണ്. ഇതിനെ മക്കളെ ആൽക്കഹോളുമായി ട്രീറ്റ് ചെയ്യും. C2H5OH. HCl ഗ്യാസിൻ്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ലേ? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ H+, O-. അപ്പോൾ എന്താ സംഭവിക്കുക? കാർബണിൻ്റെ ഇവിടെ ആരുണ്ട്? CH3 ഉണ്ട്, ഇവിടെ H ഉണ്ട്. ഇവിടെ സിംഗിൾ ബോണ്ട് ഓക്സിജൻ്റെ അടുത്തേക്ക് H വന്നാൽ OH ആയി. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ അടുത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള ഓൻ്റെ കൂടെ ആരുണ്ട്? C2H5 ഉണ്ട്. ഇതിനെ മക്കളെ ഹെമി അസറ്റാൾ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹെമി അസറ്റാൾ. ഇതിനെ വീണ്ടും നമ്മൾ എത്തനോളുമായി ട്രീറ്റ് ചെയ്യുക. C2H5OH. അപ്പം എന്താ സംഭവിക്കുക എന്ന് അറിയാം. ഈ OH Hമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകും. ഈ C2H5 ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടെ ആരാളെ എന്താ പറയുക? CH3 ഉണ്ട്, ഇവിടെ ആരാളുള്ള H. ഇവിടെ ഓൾറെഡി OC2H5 ഉണ്ട്, ഇങ്ങോട്ടേക്ക് OC2H5 വരും, OC2H5 വരും. ഇതിനെയാ മക്കളെ നമ്മൾ അസറ്റാൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡിനെ ആദ്യം എത്തനോളുമായി ട്രീറ്റ് ചെയ്താൽ ഹെമി അസറ്റാൾ കിട്ടും. അതിനെ പിന്നെ വീണ്ടും എത്തനോളുമായി ട്രീറ്റ് ചെയ്താൽ അസറ്റാൾ കിട്ടും. ആദ്യം ഹെമി അസറ്റാൾ,
പിന്നെ അസറ്റാൾ. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാട്ടോ, അറിഞ്ഞിരിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഓർത്ത് വെക്കുക. ഇനി അരോമാറ്റിക് ആൽഡിഹൈഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ആസിഡിനെ കുറിച്ച് പറഞ്ഞ പോലെ ആൽഡിഹൈഡിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നൈട്രേഷൻ നടത്തിയാൽ, നൈട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, അതേപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. എടാ അയാൾ മെറ്റാ ഡയറക്റ്റിംഗ് അല്ലേ? യെസ്. അപ്പോൾ എന്താ സംഭവിക്കുക? മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡാ കിട്ടുക, മെറ്റാനൈട്രോ ബെൻസാൾഡിഹൈഡാ കിട്ടുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നന്നായി പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് വിൽ നോട്ട് ഗീവ് റെഡ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് ഫില്ലിംഗ് സൊല്യൂഷൻ? ഫില്ലിംഗ് സൊല്യൂഷൻ ആൻസർ ചെയ്യുന്നത് ആൽഡിഹൈഡാ. എത്തനാൾ ആൻസർ ചെയ്യും, പ്രൊപ്പനാൾ ചെയ്യും, ബ്യൂട്ടനാൾ ചെയ്യും. പക്ഷേ അരോമാറ്റിക് ആൽഡിഹൈഡ് ആൻസർ ചെയ്യില്ല. അരോമാറ്റിക് ആൽഡിഹൈഡ് ആൻസർ ചെയ്യില്ല. Aldehyde, ketone, carboxylic acids are carbonyl compounds. Aldehyde differ from ketone in their oxidation. ശരിയാ, ആൽഡിഹൈഡും കീറ്റോണും ഓക്സിഡേഷനിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ? ഒരു ആൽഡിഹൈഡ് എടുക്കുക, CH3CHO. ഇതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക. ഓക്കെ, ഇതാണ് ആൽഡിഹൈഡിൻ്റെ കേസ്. ഇവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിക്കാം. ഇതാണ് ആൽഡിഹൈഡിൻ്റെ കേസ്. പക്ഷേ മക്കളെ കീറ്റോണിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ? ഒരു എക്സാമ്പിൾ പറയാം, നോക്ക്. CH3C+OCH3. ഇതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ഓർ വീക്ക് എന്നല്ലേ മുകളിൽ പറഞ്ഞേ, ഇവിടെ സ്ട്രോങ് തന്നെ വേണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ വേണം. അതും എന്താവണം? അറ്റ് വിഗറസ് കണ്ടീഷൻ. വിഗറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും. ഇവിടെ അതില്ല, ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് മതി. ഇവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ വേണം, അത് വിഗറസ് കണ്ടീഷനുമാണ്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ആ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആസിഡ് ഉണ്ടാവുമോ? ഇല്ല. അവിടെയും പ്രശ്നമുണ്ട്. അതായത് ഇവിടെ 3 കാർബൺ ആറ്റം അല്ലേ, ഇവിടെ അങ്ങ് ബോണ്ട് ബ്രേക്ക് ആവും, അല്ലെ ഇവിടെ ബ്രേക്ക് ആവും. എവിടെ ബ്രേക്ക് ചെയ്താലും ഒരു സ്ഥലത്ത് ഒരു കാർബൺ, മറ്റൊരിടത്ത് 2 കാർബൺ. അപ്പോൾ ഒരു കാർബൺ ആറ്റമുള്ള ആസിഡും ഉണ്ടാവുന്നുണ്ട്, 2 കാർബൺ ആറ്റമുള്ള ആസിഡും ഉണ്ടാവുന്നുണ്ട്. മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡാ കിട്ടുക. അത് ഡിഫറൻസ് ആണ്. ഇവിടെ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആസിഡാ കിട്ടിയേ, ഇവിടെ മിക്സ്ചറാ കിട്ടിയേ. ഇവിടെ സ്ട്രോങ്ങും വീക്കും ഉപയോഗിക്കാം, ഇവിടെ സ്ട്രോങ് തന്നെ ഉപയോഗിക്കണം, അതും വിഗറസ് കണ്ടീഷനിൽ ഉപയോഗിക്കണം. റെഡി? ഇതാണ് ഐഡിയ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ട്, പക്ഷേ നമുക്ക് കൃത്യമായ ദിവസങ്ങളുണ്ട്. നിങ്ങൾ ഇല്ല എന്ന് പറയേണ്ട. കെമിസ്ട്രിയുടെ കേസിൽ കൃത്യമായ ദിവസങ്ങളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒന്ന് മാനേജ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. ചില ചാപ്റ്റർ കുറച്ചധികം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 1/2 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ, അങ്ങനെയാണെങ്കിൽ 10 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ 5 മണിക്കൂർ മതി. ആ 5 മണിക്കൂറിൻ്റെ വീഡിയോ കൃത്യമായി അടിപൊളിയായി തറവായിട്ട് പഠിച്ചാൽ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വരും. പിന്നെ നമ്മൾ ലൈവിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റും. കോൺഫിഡൻസ് കുറയുമ്പോൾ, ഡൗൺ ആകുന്ന സമയത്ത്, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യും. ഞാനുണ്ട് നിങ്ങളെ കൂടെ ഞാനുണ്ട്. നമുക്ക് എന്ത് വില കൊടുത്തു മക്കളെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കോട് കൂടെ പാസ്സാവണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.